ഹായ്, നമുക്ക് പലപ്പോഴും മൊബൈലിലുള്ള പല ഫയലുകളും ചിത്രങ്ങളും ഒക്കെ ലാപ്ടോപ്പിലേക്ക് മാറ്റേണ്ട ആവശ്യം വരാറുണ്ട്. അതുപോലെ തിരിച്ച് ലാപ്ടോപ്പിലുള്ള പല ഫയലുകളും മൊബൈലിലേക്കും ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരാറുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ സഹായകമായ ഒരു ആപ്ലിക്കേഷനാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഉബുണ്ടുവിൻ്റെ പുതിയ വേർഷനായ 22.04 ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യം ചെയ്യേണ്ടത് മൊബൈലും ലാപ്ടോപ്പും ഒരേ വൈഫൈ നെറ്റ്വർക്കിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതല്ലെങ്കിൽ മൊബൈലിൻ്റെ ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്ത് ആ വൈഫൈ നെറ്റ്വർക്കിലേക്ക് ലാപ്ടോപ്പ് കണക്ട് ചെയ്യുക. അതിനുശേഷം ഷോ ആപ്ലിക്കേഷൻസ് തുറന്ന് സെർച്ച് ബാറിൽ എക്സ്റ്റൻഷൻ മാനേജർ എന്ന് ടൈപ്പ് ചെയ്യുക. എക്സ്റ്റൻഷൻ മാനേജർ തുറന്ന് അതിലുള്ള GS കണക്ട് എന്നതിന് നേരെയുള്ള ബട്ടൺ ഓൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുക. ലാപ്ടോപ്പിൻ്റെ സിസ്റ്റം സ്റ്റാറ്റസ് ഏരിയ ക്ലിക്ക് ചെയ്ത് മൊബൈൽ ഡിവൈസസ് എന്ന ഭാഗം തുറക്കുക. അതിൽ മൊബൈൽ സെറ്റിംഗ്സ് എന്നത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കണക്ട് ചെയ്ത മൊബൈലിൻ്റെ പേര് കാണാം. അതൊന്ന് തുറന്നു നോക്കുക. എല്ലാ ബട്ടണും ഓണല്ലേ എന്ന് പരിശോധിക്കുക. ക്ലിപ്ബോർഡ് സിങ്ക് എന്ന ഭാഗത്തുള്ള ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് ടു ഡിവൈസ് ഫ്രം ഡിവൈസ് രണ്ടിലും ഓരോ ടിക്ക് മാർക്ക് കൊടുക്കുക. വിൻഡോ ക്ലോസ് ചെയ്യുക. ഇനി മൊബൈൽ തുറന്ന് പ്ലേ സ്റ്റോറിൽ പോയി KDE കണക്ട് എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. KDE കണക്ട് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുക. പെർമിഷനൊക്കെ അലൗ ചെയ്യാവുന്നതാണ്. സ്ക്രീനിൻ്റെ ഇടതുഭാഗത്ത് കാണുന്ന 3 വരകൾ ക്ലിക്ക് ചെയ്ത് പെയർ ന്യൂ ഡിവൈസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ ഈ അവൈലബിൾ ഡിവൈസസ് എന്ന ഭാഗത്ത് നമ്മൾ കണക്ട് ചെയ്ത ലാപ്ടോപ്പിൻ്റെ പേര് വരും. അഥവാ വന്നില്ലെങ്കിൽ സ്ക്രീൻ ഒന്ന് താഴത്തേക്ക് വലിച്ച് റീഫ്രഷ് ചെയ്താൽ മതി. ലാപ്ടോപ്പിൻ്റെ പേര് സെലക്ട് ചെയ്ത് റിക്വസ്റ്റ് പെയറിംഗ് കൊടുക്കുക. ലാപ്ടോപ്പിൽ ആക്സെപ്റ്റ് ചെയ്യാനുള്ള മെസ്സേജ് വരും. ആക്സെപ്റ്റ് കൊടുക്കുക. ഈ സ്റ്റെപ്പുകളെല്ലാം ഒരു തവണ ചെയ്താൽ മതിയാകും. പിന്നീട് മൊബൈലിൻ്റെ ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്യുമ്പോൾ തന്നെ ലാപ്ടോപ്പും മൊബൈലും ഓട്ടോമാറ്റിക്കായി കണക്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് നമ്മുടെ മൊബൈലിലുള്ള ഒരു ചിത്രം അല്ലെങ്കിൽ ഒരു ഫയൽ അല്ലെങ്കിൽ ഒരു വീഡിയോ എങ്ങനെ ലാപ്ടോപ്പിലേക്ക് സെൻഡ് ചെയ്യാമെന്ന് നോക്കാം. ഒരു ചിത്രമാണ് ഇപ്പോൾ സെൻഡ് ചെയ്യുന്നത്. താഴെയുള്ള ഷെയർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താഴെ ഒരുപാട് ഓപ്ഷൻസ് വരും. അതിൻ്റെ ഏറ്റവും വലത്തെ അറ്റത്തായി KDE കണക്ട് എന്ന ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. കണക്ട് ചെയ്ത ലാപ്ടോപ്പിൻ്റെ പേര് കാണും. അതിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇമേജ് സെൻഡായി കഴിഞ്ഞു. ഇനി ലാപ്ടോപ്പിൽ ഡൗൺലോഡ്സ് എന്ന ഫോൾഡർ തുറക്കുക. അവിടെ നമ്മൾ അയച്ച ചിത്രം ഡൗൺലോഡായി കാണാം. ഇനി ലാപ്ടോപ്പിലെ ഒരു ഫയൽ എങ്ങനെ മൊബൈലിലേക്ക് സെൻഡ് ചെയ്യാമെന്ന് നോക്കാം. ലാപ്ടോപ്പിൽ ഒരു ഫോൾഡർ തുറക്കുക. ഇവിടെ പിക്ചേഴ്സ്, അതിൽ ഈ കാണുന്ന വള്ളംകളി എന്ന് പറയുന്ന ചിത്രമാണ് സെൻഡ് ചെയ്യുന്നത്. അതിൽ നിന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. സെൻഡ് ടു മൊബൈൽ ഡിവൈസ് എന്നുള്ളതിന് നേരെ കണക്ട് ചെയ്ത മൊബൈലിൻ്റെ പേര് കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു മെസ്സേജ് വരും. ഇനി സെൻഡ് ചെയ്ത ചിത്രം മൊബൈലിൽ എത്തിയിട്ടുണ്ടോ എന്ന് നോക്കാം. മൈ ഫയൽസ് തുറക്കുക. അതിലെ ഡൗൺലോഡ് എന്ന ഫോൾഡറിൽ നമ്മൾ അയച്ച ചിത്രം കാണാം. ഇതാ ഇവിടെ വള്ളംകളി എന്ന് പറയുന്ന ചിത്രം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ലാപ്ടോപ്പിലുള്ള പല ഫയലുകളും മൊബൈലിലേക്കും മൊബൈലിലുള്ള പല ഫയലുകളും ലാപ്ടോപ്പിലേക്കും വളരെ എളുപ്പം തന്നെ KDE കണക്ട് ഉപയോഗിച്ച് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. താങ്ക് യു.